തിരിച്ച് വിളിച്ചപ്പോൾ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ നമ്പറുകളൊക്കെ പോലീസ് പ്രത്യേക പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ പിന്നെ ഐശ്വര്യ ഡോങ്കര മാഡവും പൂങ്കുഴലി മാമും ഒക്കെ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. നമ്മളെ എതിർക്കാൻ ശ്രമിക്കുന്ന വലിയൊരു ടീമിനെ ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാവുമായിരിക്കും. ഞാൻ ഭയക്കുന്നില്ല. കാരണം മരണം ഒരിക്കൽ 2 വട്ടം നമുക്ക് മരിക്കാൻ പറ്റുള്ളൂ, ഒറ്റ തവണ മരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഇനി ആരുടെയെങ്കിലും കൈ കൊണ്ട് മരിക്കാനാണെങ്കിൽ ഓക്കെ. പിന്നെ ഭീഷണി കോളൊന്നും എനിക്ക് അത് അങ്ങനെയൊന്നും എന്നെ ആരും ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ട. തൽക്കാലം ആർക്കെങ്കിലും നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് വരിക. ഞാനിവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഈട്ടാവട്ടത്ത് തന്നെ ഉള്ള ആളാണ്. കൊല്ലണമെങ്കിൽ കൊന്നിട്ട് പോവാം. പക്ഷേ ഞാനല്ലെങ്കിൽ വേറൊരു പെൺകുട്ടി ഇതുപോലുള്ള തെമ്മാടിത്തരത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. അതങ്ങനെ കൊന്നൊന്നും ഒതുക്കാൻ പറ്റില്ല. പിന്നെ അല്ല, ഇന്നലെ ഒരാൾ വന്നിട്ട് എനിക്കത് നിങ്ങൾക്കറിയാലോ, ഞാനൊരു ഓൺലൈൻ മീഡിയ ചോദിച്ചാലും ഞാൻ ഇത് കൊടുക്കാറുണ്ട്. ബിക്കോസ് നമ്മളൊരു സാധാരണക്കാരിയാണ്. നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്പേസിൽ നിങ്ങളെപ്പോലുള്ളവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നു. എനിക്ക് വളരെ വ്യക്തമായ സംശയമുണ്ട്. അയാളുടെ കാർഡ് ചോദിച്ചപ്പോൾ കാർഡില്ല. അയാൾ കോമൺ ആയിട്ട് വീഡിയോ എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കാനാണെന്ന് പറഞ്ഞു. അയാൾ നിങ്ങൾ ആരും ചോദിക്കാത്ത 2-3 ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ എന്നെക്കുറിച്ച് അത് പഠിക്കാൻ വന്നതാണോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. അതായത് അവർ ചോദിച്ചത് ഇതാണ്, അല്ല സോറി ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ അവർ ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് ഇതാണ്, ഇതിന് തെളിവുണ്ടോ, അത് അവനോട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഞാൻ ചുമ്മാ ചോദിച്ചപ്പോൾ അവൻ്റെ ഒരു വിറയിൽ കണ്ടപ്പോൾ എനിക്ക് എന്തോ ചോദിക്കണമെന്ന് തോന്നി. അപ്പോൾ അയാൾ ഹേമ കമ്മിറ്റിയിലുള്ള കാര്യങ്ങളോ അത് എന്ത് കമ്മിറ്റിയാന്ന് പോലും കൃത്യമായിട്ട് അവന് മനസ്സിലാവുന്നില്ല. ആരോ ഒരു ക്യാമറയും സാധനങ്ങളും കൊടുത്ത് ഒരാളെ വിട്ടതാണോ എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അത് കാരണം എൻ്റെ അടുത്ത് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത്, ക്വസ്റ്റ്യൻ അല്ല ഒരു ചോദ്യം ചോദിച്ചത് ഇതാണ്, ആളുടെ പടം കോടിക്കണക്കിന് രൂപയുടെ ഇത്, അതായത് കോടികൾ ചിലവാക്കിയിട്ടുള്ള ഒരു പടം റിലീസാകാൻ പോവുകയാണ്. ഈ ആരോ സോറി ഒരു സെക്കൻഡ് എൻ്റെ ഫോണൊന്ന് സൈലന്റ് മോഡ് ഇട്ടോട്ടെ. നിക്ക് ഒറ്റ സെക്കൻഡ് കൂടെ. സോറി അപ്പൊ ഇവരെന്താ പറഞ്ഞെന്ന് ഇവര് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, അയാൾ ചോദിച്ചതാണ്, ഇത്രയും പണം ചെലവാക്കി പടം റിലീസാകാൻ പോവുകയാണ്, ഒരു പ്രത്യേക പേര് പറഞ്ഞു. ആ ആരോപണ വിധേയനായ ഞാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് തന്നെയാണ് പറഞ്ഞത്. അതാണ് എനിക്ക് ഞെട്ടലുണ്ടായത്. ആ പടം റിലീസാകാൻ പോവുകയാണ്, അപ്പോൾ അതൊക്കെ അതിൻ്റെ റിലീസിങ്ങോ അതിൻ്റെ വിജയത്തെ ബാധിക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത്, സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ സിനിമ പോയി കാണും. ഇപ്പോഴും ഞാൻ എല്ലാവരോടും മീഡിയയുടെ മുന്നിൽ പറയുകയാണ്, ഞാനും ഒരു ആർട്ടിസ്റ്റാണ്, അതിൻ്റെ ഭാഗത്തുനിന്ന് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരാളുടെ സിനിമ, ഇപ്പോൾ ഈ സിനിമയും ഈ വൃത്തികേടുകളായിട്ട് നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത്. ബിക്കോസ് ഒരു സിനിമയുടെ പുറകിൽ 10-100 പേരുടെ ആളുകളുടെ എഫേർട്ടുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആരും അത് കണ്ടില്ല എന്നടിക്കരുത്. സാറേ 2 ക്വസ്റ്റ്യൻ വരുന്നതുകൊണ്ട് ഒരു ഉറപ്പായിട്ടും ഞാൻ ആരോപണം മീഡിയയുടെ മുന്നിൽ ഉന്നയിച്ച 3 കാര്യങ്ങളാണ്, 3 പേരുടെ പരാമർശങ്ങളാണ് എൻ്റെ എല്ലാ വീഡിയോയിലും വന്നിട്ടുള്ളത്. അതിൽ ഒരാളാണ് എനിക്ക് പറയാനുള്ള ആൾ. ആ ആളുടെ പേര് ഞാൻ മീഡിയ അവിടെ കൊടുത്തിട്ടുണ്ട്, അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്, എൻക്വയറി അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ള 2 പേരെന്ന് പറയുന്നത്, ഒന്ന് മരണപ്പെട്ടു പോയ ഒരു ഹാസ്യ നടനാണ്. ആ ഹാസ്യ നടൻ വേർബലി ചോദിച്ച സാധനത്തിന് ഞാൻ നിങ്ങളെൻ്റെ അച്ഛൻ്റെ അപ്പൂപ്പൻ്റെയും പ്രായമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞ് അത് അപ്പം തന്നെ കൊടുത്തൊരു സാധനം അത് ഒഴിവാക്കി. അതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ട് മരണപ്പെട്ട ഒരാളാണ്. ആളെ നമ്മൾ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല.